Hello friends, welcome to Electron College. We will discuss power systems. Power system important topics. Two important topic fault and analysis. We will discuss we have already taught about our per unit system concept. നമ്മൾ അത് എങ്ങനെയാണ് അതിന്റെ ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമ്മൾ കാര്യങ്ങൾ അനലൈസ് ചെയ്തു. ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് ഫോൾട്ട് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. അതുകൊണ്ട് തന്നെ കുറേ ക്വസ്റ്റ്യൻസും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കേ, അപ്പോൾ ഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ട് അനാലിസിസ്. ഓക്കേ, ഫോൾട്ട് അനാലിസിസ് കുറച്ചും കൂടി ഡെപ്തർ ടോപ്പിക് ആണ്. അത് ഞാൻ എന്തായാലും ഈ കോഴ്സിൽ തന്നെ എടുക്കും. ഇപ്പോൾ നമുക്ക് ജനറലി ഫോൾട്ട്സ് എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഫോൾട്ടാണ് ഉള്ളതെന്നുള്ള കാര്യം നോക്കാം. ജനറൽ ഔട്ട്ലൈൻ പറയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫോൾട്ടിൻ്റെ അനാലിസിസ് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന രീതിയിൽ നമുക്കതിന് അനാലിസിസ് നടത്താം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഫോൾട്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു അബ്നോർമൽ കണ്ടീഷനാണ് എന്ന് പറഞ്ഞു അല്ലേ. ഫോൾട്ട് എന്ന് പറയുന്ന ഒരു അബ്നോർമൽ കണ്ടീഷനാണെന്ന് പറഞ്ഞു. ഈ അബ്നോർമൽ കണ്ടീഷൻസിൽ ഏറ്റവും വലിയ പ്രശ്നക്കാരെന്ന് പറഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ടാണ്. അപ്പോൾ ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിക്കഴിഞ്ഞാൽ ഹെവി കറണ്ട് ഫ്ലോ ചെയ്യും അല്ലേ. ആ ഹെവി കറണ്ടുകളെയാണ് നമ്മൾ ആക്ച്വലി ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് അതാണ് ഞാൻ പറഞ്ഞ കത്തിപ്പോല് അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പോൾ അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിന് കാരണങ്ങളും പറഞ്ഞു. അതായത് നമ്മുടെ ഫോൾട്ട് ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ നമ്മൾ ഇൻറ്റേർണൽ ഫോൾട്ട് എക്സ്റ്റേണൽ ഫോൾട്ട് എന്ന് പറഞ്ഞു. അതായത് ജനറലി അവിടെ നടക്കുന്നത് ഏതൊക്കെയാണ്? ഒന്ന് ഇൻസുലേഷൻ ഫെയിലിയർ ആണ്. ഓക്കെ, എക്യുപ്മെൻറ്റിൻ്റെ ഇൻസുലേഷൻ ഫെയിലിയറും രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ്നിങ് സ്ട്രോക്സ്. ഓക്കെ, ലൈറ്റ്നിങ് സ്ട്രോക്സ് കാരണമാണ് അത് ഒക്കർ ചെയ്യുന്നതെന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ എന്തിനാണ് ഈ ഫോൾട്ടിൻ്റെ അനാലിസിസ് ഒക്കെ നടത്തുന്നത്? ഓക്കെ, വൈ വി ആർ ഡൂയിങ് ദിസ്. ഓക്കെ, എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് രീതിയിൽ നമ്മുടെ റിലേസും നമ്മുടെ സർക്യൂട്ട് ബ്രേക്കേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് ഫോൾട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഫോൾട്ടിൽ പ്രൊട്ടക്ഷൻ എക്യുപ്മെൻ്റ് ആണ് ഈ പറയുന്ന റിലേയും സർക്യൂട്ട് ബ്രേക്കറും ഒക്കെ. അപ്പോൾ അവയെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ കറക്റ്റായിട്ട് ഡിസൈൻ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫോൾട്ട് വരും. അതുകൊണ്ട് അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഫോൾട്ടിൻ്റെ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നത് നടത്തുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ടൈപ്പ് ഫോൾട്ടുകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒരു 3 phase സിസ്റ്റത്തിൽ ഇൻ എ 3 phase സിസ്റ്റം we are having mainly 2 types of fault. 2 types of fault ആണ് ഒരു 3 phase സിസ്റ്റത്തിൽ മേജർ ആയിട്ട് ഉണ്ടാകുന്നത്. ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു സിമെട്രിക്കൽ ഫോൾട്ട് ആണ്. ഓക്കെ, ഒന്നാമത്തത് സിമെട്രിക്കൽ ഫോൾട്ടും രണ്ടാമത്തത് അൺസിമെട്രിക്കൽ ഫോൾട്ടും. ഓക്കെ, രണ്ടാമത്തത് അൺസിമെട്രിക്കൽ ഫോൾട്ടുമാണ്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് ആ ഫോൾട്ട്? ആക്ച്വലി ഇത് 2 ടൈപ്പ് നമ്മൾ 3 phase സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോഴാണ് ശരിക്കും ഫോൾട്ടിനെ എങ്ങനെ ക്ലാസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് 3 phase സിസ്റ്റത്തിൻ്റെ മാത്രം കാര്യമാണ്. ശരിക്കും ടൈപ്സ് ഓഫ് ഫോൾട്ട് എന്ന് പറയുന്നത് മേജർലി 2 ടൈപ്പാണ്. ഒന്ന് ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളും നിങ്ങൾ പല സ്ഥലത്തും ഇങ്ങനെ കാണാം. ഓക്കെ, അതുകൊണ്ടാണ് ഇതും പറയുന്നത്. ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളും വേറെ ഒന്ന് സീരീസ് ടൈപ്പ് ഫോൾട്ടുകളുമാണ്. ഓക്കെ, ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളും സീരീസ് ടൈപ്പ് ഫോൾട്ടുകളും. ഈ സീരീസ് ടൈപ്പ് ഫോൾട്ടുകളിൽ നിങ്ങളെ കണ്ടക്ടറിൻ്റെ കേസുകളാണ് പറയുന്നത്. ഓക്കെ, അതായത് കണ്ടക്ടേഴ്സ് ഓപ്പൺ ആവുന്ന കണ്ടീഷനാണ്. അതായത് ഒരു കണ്ടക്ടർ ഓപ്പൺ ആവുക, 2 കണ്ടക്ടർ ഓപ്പൺ ആവുക, ആ ലെവലിലുള്ള കാര്യങ്ങളാണ് സീരീസ് ടൈപ്പ് ഫോൾട്ട്. നമുക്കത് അത്ര അത്യാവശ്യമായിട്ട് പഠിക്കാനില്ല. നമുക്ക് മെയിൻലി അനാലിസിസ് നടത്തേണ്ടത് ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളെ കുറിച്ചാണ്. അത് മെയിൻലി വരുന്നത് ഈ പറഞ്ഞ 3 phase ഫോൾട്ടുകളുടെ കാറ്റഗറിയിലാണ്. ഓക്കെ, അപ്പോൾ ആ ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ള ലെവലിൽ നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ എന്താണ് ഈ സിമെട്രിക്കലും അൺസിമെട്രിക്കലും എന്നുള്ള കാര്യം നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഷണ്ട് ടൈപ്പ് ഫോൾട്ടിലേക്ക് പോവാം. അപ്പം സിമെട്രിക്കൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ് അല്ല. അതായത് നമ്മുടെ ഫോൾട്ട് കറണ്ടൊക്കെ എന്താണ്, ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഫോൾട്ടിൻ്റെ കറണ്ടുകളൊക്കെ എന്താണ്, ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഇവിടെ എന്താണ്, അൺഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഫോൾട്ട് ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളിൽ ഏതൊക്കെ ഫോൾട്ടുകളാണ് വരുന്നത് നമുക്ക് നോക്കാം. ആദ്യത്തത് ഇപ്പുറത്ത് എഴുതാം. അതായത് നമ്മുടെ ഫോൾട്ടുകളിൽ ആദ്യത്തെ ഷണ്ട് ടൈപ്പ് ഫോൾട്ടുകളാണ് എല്ലാതും. ഫസ്റ്റ് വൺ
നമ്മുടെ ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്. ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട് അതിനാണ് LG എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലൈൻ ടു ലൈൻ ഫോൾട്ട്, അതിന് LL എന്ന് റെപ്രസെൻ്റ് ചെയ്യും. മൂന്നാമത്തത് ലൈൻ ടു ഗ്രൗണ്ട് ഫോൾട്ട്, 2 ലൈന് ഗ്രൗണ്ട്, ഡബിൾ LG. നാലാമത്തത് 3 ഫേസ് ഫോൾട്ട്. അഞ്ചാമത്തത് 3 ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഷണ്ട് ഫോൾട്ടിൻ്റെ ജനറൽ ക്ലാസിഫിക്കേഷൻ, ഈ 5 ടൈപ്പ്. ഇനി ഇവിടെ നമ്മുടെ ഈ കേസിൽ പറഞ്ഞു സിമെട്രിക്കലും അൺസിമെട്രിക്കലും. ഇപ്പം ഞാൻ കാണിച്ചു തന്നതിൽ ഏതൊക്കെയാണ് സിമെട്രിക്കൽ ഫോൾട്ട്, ഏതൊക്കെയാണ് അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് അറിയണം. മനസ്സിലാക്കുക, ഈ സാധനങ്ങളാണ് നിങ്ങളുടെ അൺസിമെട്രിക്കൽ ഫോൾട്ടും അതുപോലെ ഇവയാണ് നിങ്ങളുടെ എന്ത് സിമെട്രിക്കൽ ഫോൾട്ടും എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ക്ലിയർ? അവരാണ് നമ്മുടെ സിമെട്രിക്കൽ ഫോൾട്ട് എന്നുള്ള പോയിന്റ് നോട്ട് ചെയ്യുക. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അൺസിമെട്രിക്കൽ ഫോൾട്ട് സിമെട്രിക്കൽ ഫോൾട്ടിൽ നമ്മൾ 3 ഫേസ് ഇൻക്ലൂഡഡ് ആണ് അല്ലേ, 3 ഫേസസും എന്താണ് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ ഇവരുടെ കേസിൽ എന്താണ് 3 ഫേസുകളും 3 ഫേസസ് ആർ നോട്ട് ഇൻക്ലൂഡഡ്. ഓക്കെ, അതുകൊണ്ടാണ് അത് സിമെട്രിക്കൽ അല്ല എന്ന് പറയുന്നത്. ഇവിടെ 3 ഫേസ് ഇൻക്ലൂഡ് ആവുന്നതുകൊണ്ട് അവരെ സിമെട്രിക്കൽ എന്ന് പറയും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇതാണ് നമ്മുടെ സിമെട്രിക്കൽ ഫോൾട്ടും അൺസിമെട്രിക്കൽ ഫോൾട്ടും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ജനറലി ഈ സിമെട്രിക്കൽ ഫോൾട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് സിമെട്രിക്കൽ ഫോൾട്ട്സിൻ്റെ ഒരു ജനറൽ ഐഡിയ പറഞ്ഞുതരാം. അതായത് ഞാൻ പറഞ്ഞു ഈ സിമെട്രിക്കൽ ഫോൾട്ടുകൾ ഏത് ഫോൾട്ട് കറണ്ടിനെയാണ് അവിടെ വരുന്നത്, അവിടെ വരുന്ന ഫോൾട്ട് കറണ്ടുകളെ നമ്മൾ വിളിക്കുന്നവരാണ് സിമെട്രിക്കൽ ഫോൾട്ട് കറൻസ്. ശരിയല്ലേ? അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റോ ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഈക്വലി ഡിസ്പ്ലേസ്ഡ് എന്ന് മാത്രമല്ല ഓരോ ലൈനുകളും എത്ര ഡിസ്പ്ലേസ്ഡ് ആണ്, 120 ഡിഗ്രി ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. ഇവർ എങ്ങനെയാണ് ഒക്കർ ചെയ്യുന്നത്? ഇവർ ഒക്കർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ഏതൊക്കെയാണ് നമ്മുടെ സിമെട്രിക്കൽ ഫോൾട്ട് അതാണ് ഇവിടെ പറഞ്ഞത്. 3 ഫേസ് ഫോൾട്ടും 3 ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ടും. ഓക്കെ, 3 ഫേസ് ടു ഗ്രൗണ്ട് ഫോൾട്ട്. അപ്പോൾ 3 ഫേസ് ഫോൾട്ട് 2 ഫോൾട്ടാണല്ലോ മെയിൻലി. ഒന്ന് 3 ഫേസ് ഫോൾട്ട്, അതായത് 3 ഫേസ് എന്ന് പറയുമ്പോൾ 3 ലൈന്, നമുക്ക് വേണമെങ്കിൽ ട്രിപ്പിൾ L എന്ന് വിളിക്കാം. അതുപോലെ 3 ഫേസ് ടു ഗ്രൗണ്ട്, അതായത് ട്രിപ്പിൾ LG. ക്ലിയർ? ഈ 2 ഫോൾട്ടുകളാണ് നമ്മുടെ സിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ 3 ഫേസ് ഫോൾട്ടാണ് ഇതാണ് നമ്മുടെ 3 ഫേസ് ഫോൾട്ട്. ഇത് 3 ഫേസ് വിത്ത് ഗ്രൗണ്ട്. ഓക്കെ, 3 ഫേസ് വിത്ത് ഗ്രൗണ്ട് ഫോൾട്ട്. അപ്പോൾ ഈ സിമെട്രിക്കൽ ഫോൾട്ടുകളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സിമെട്രിക്കൽ ഫോൾട്ടുകൾ എപ്പോഴാണ് ഒക്കർ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ 3 കണ്ടക്ടറുകളും ഒരു 3 ഫേസിലെ 3 ഫേസ് ലൈനിലെ എല്ലാ കണ്ടക്ടറുകളും ഒരൊറ്റ പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അത് ഒറ്റ പോയിന്റിൽ വന്ന് ജോയിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഒക്കർ ചെയ്യും. അവിടെ എന്തൊക്കെ ഒരു ഷോർട്ട് സർക്യൂട്ട് കണ്ടീഷൻ ഒക്കെ അറിയും. ഓക്കെ, അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളുടെ 3 ലൈനാണെന്ന് വിചാരിക്കുക. ഇവിടെ നിങ്ങളുടെ 3 ലൈൻ ഉണ്ട്, 1 2. ഓക്കെ, തിരിച്ചു വരയ്ക്കാം. ഇവിടെ നിങ്ങൾ 3 ലൈനും, ഇത് നിങ്ങളുടെ ഫസ്റ്റ് ലൈന്, ഇത് സെക്കൻഡ്, തേർഡ്. ഇത് 3 നിങ്ങളുടെ 3 ഫേസുകളാണ്. ഈ 3 ഫേസുകളിൽ നിന്നും നിങ്ങളുടെ കണക്ഷൻസ് വരുന്നു. അതായത് ഇത് R, ഇത് Y, ഇത് B. ഈ Rൽ നിന്ന് നിങ്ങളുടെ ഒരു കണക്ഷൻ ഇങ്ങനെ വരുന്നു,
വൈയിൽ നിന്ന് നിങ്ങളൊരു കണക്ഷൻ വരുന്നു, അതുപോലെ തന്നെ ബിയിൽ നിന്നൊരു കണക്ഷൻ വരുന്നു. ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജുകളെ വേണമെങ്കിൽ നിങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഇവയാണ് നിങ്ങളുടെ വോൾട്ടേജ് VR, ഇത് VY, ഇത് VB. ഓക്കെ, അപ്പോൾ ഇതിലെ ഫ്ലോ ചെയ്യുന്ന കറണ്ടുകൾ ഏതൊക്കെയാണ്? ഇത് IR, ഇതെന്താണ് IY, ഇത് IB. ഓക്കെ, ഞാൻ എന്താ പറഞ്ഞാൽ ഈ 3 ലൈനുകളും സൈമൾട്ടേനിയസ് ആയിട്ട് ഒരൊറ്റ സ്ഥലത്ത് ജോയിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ജോയിൻ ആവുന്ന കണ്ടീഷൻ. ഇതെല്ലാം കൂടി ഇത് ജോയിൻ്റ് ആയില്ലേ അല്ലേ? അപ്പോൾ ഇവിടെ എന്തൊക്കെ ചെയ്ത് ഇവിടെ ഒരു ജോയിനിങ് പോയിന്റ് ആണ് വന്നത് അല്ലേ? അപ്പോൾ ഈ ജോയിനിങ് പോയിന്റ് അല്ലെങ്കിൽ ഇവിടെ ഒക്കർ ചെയ്യുന്ന ഈ 3 ലൈനുകൾ കൂട്ടിമുട്ടുന്ന ഈ സ്ഥലത്തിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ ഈ സ്ഥലത്താണ് എന്ത് ഒക്കർ ചെയ്യുന്നത്? ഷോർട്ട് സർക്യൂട്ട് ഒക്കർ ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഷോർട്ട് സർക്യൂട്ട് 3 ലൈനുകൾ ജോയിൻ ചെയ്തതിന് അവിടെ ഒക്കർ ചെയ്യുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. ക്ലിയർ? അതാണ് നമ്മുടെ എന്ത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട്. നിങ്ങളുടെ ഫോൾട്ടുകളിൽ ഞാൻ പറഞ്ഞു ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ടിൽ ഒന്നാണിത്. ഓക്കെ, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ടാണ് ഏത്? നമ്മുടെ 3 ഫേസ് ഫോൾട്ടുകൾ. ഓക്കെ, ഏറ്റവും സിവിയർ ആയിട്ടുള്ള ഫോൾട്ടുകളാണ് ഏതൊക്കെ? 3 ഫേസ് ഫോൾട്ടുകൾ. ഓക്കെ, സിവിയർ ഫോൾട്ടുകളുടെ ഗണത്തിൽ പെടുന്നതാണ് 3 ഫേസ് ഫോൾട്ടുകൾ. കാരണം എന്താ? ഇത് ഈ ഷോർട്ട് സർക്യൂട്ട് വളരെ റെയർലി ആയിട്ട് ഒക്കർ ചെയ്യുന്ന കാര്യമാണ്. കാരണം ഇത് എപ്പോഴും ഒക്കർ ചെയ്ത എന്താ പ്രശ്നം? എപ്പോഴും ഈ കത്തിപ്പിടിക്കലും തീപിടിക്കലും ഒക്കെ നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താ? അപ്പോൾ നമുക്ക് അത് ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ റെയർലി ആയിട്ടും ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിവിയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന ഒരു ഫോൾട്ടാണ് ഏത്? നമ്മുടെ 3 ഫേസ് ഫോൾട്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. മനസ്സിലായില്ല? അപ്പോൾ ആ 3 ലൈനുകൾ എല്ലാം 120 ഡിസ്പ്ലേസ്ഡ് ആണ്. അറ്റ് ദ സെയിം ടൈം അവയെല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലാണ് ആ 3 ഫേസ് ഫോൾട്ട് ഒക്കർ ചെയ്യുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് ഒരു ജനറലി ഒരു സിമെട്രിക്കൽ ഫോൾട്ടിന്റെ കാര്യം. ഇനി ഞാൻ ഈ അൺസിമെട്രിക്കൽ ഫോൾട്ട്, ട്രിപ്പിൾ ലൈൻ ടു ഗ്രൗണ്ട് ഒക്കെ നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ അത് മനസ്സിലാവും നിങ്ങൾക്ക് കറക്റ്റായിട്ട്. ഇനി ഈ അൺസിമെട്രിക്കൽ ഫോൾട്ട്, ഇതിപ്പോൾ നമ്മളെ സിമെട്രിക്കൽ ഫോൾട്ടിൻ്റെ കാര്യം പറഞ്ഞത്. ഇനി അൺസിമെട്രിക്കൽ ഫോൾട്ടിൻ്റെ പ്രത്യേകത എന്താ? അൺസിമെട്രിക്കൽ ഫോൾട്ട്, ഈ അൺസിമെട്രിക്കൽ ഫോൾട്ടുകളാണ് എപ്പോഴും ഒക്കർ ചെയ്യുന്ന ഫോൾട്ട്. മോസ്റ്റ്ലി ഒക്കറിങ് ഫോൾട്ടാണ്. സ്ഥിരമായിട്ട് ഇതാ ഒക്കർ ചെയ്യുള്ളൂ. മനസ്സിലായി? പക്ഷേ ഈ 3 ഫേസ് ഫോൾട്ട് ഒരിക്കലും ഒക്കർ ചെയ്യാൻ പാടില്ല, അത് ചെയ്യൂല. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇവിടെ മോസ്റ്റ്ലി ഒക്കറിങ് ഫോൾട്ട് ഏതാണെന്ന് വെച്ചാൽ അൺസിമെട്രിക്കൽ ഫോൾട്ടാണ്. അറ്റ് ദ സെയിം ടൈം ഇവിടെ നമുക്ക് സിമെട്രിക്കൽ ഫോൾട്ട് കറണ്ട് വന്നതെങ്കിൽ ഇവിടെ വരുന്ന ഇറ്റ് വിൽ ബി ഗിവിംഗ് റൈസ് ടു അൺസിമെട്രിക്കൽ കറണ്ട്. ഇവിടെ അൺസിമെട്രിക്കൽ കറണ്ടുകൾ ഉണ്ടാവും. ഓക്കെ, ദിസ് വിൽ ഒക്കർ ലൈക്ക് അൺസിമെട്രിക്കൽ കറണ്ട്സ് വിത്ത് അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ്. ശരിയല്ലേ? നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിഫറൻ്റ് ആണ്. അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ഒന്നാണെങ്കിൽ സിമെട്രിക്കൽ ആയിപ്പോൾ ഇവിടെ അൺഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആകുമ്പോൾ അൺസിമെട്രിക്കൽ ഫോൾട്ടാണ് ഒക്കർ ചെയ്യും. ഓക്കെ, ഇനി ഈ 3 അൺസിമെട്രിക്കൽ ഫോൾട്ടിൻ്റെയും ഞാൻ ജനറലായിട്ട് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ 3 ലൈനുകൾ വരയ്ക്കുന്നു. നിങ്ങൾക്കത് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിക്കാം. ഇവിടെ ഒരു 3 ലൈൻ വരയ്ക്കുന്നു. ഈ എല്ലാ ലൈനുകളാണ് നമ്മൾ ഈ പറയുന്ന RYB. ഇതാണ് നമ്മുടെ RYB, ഇത് RYB. ഓക്കെ, ഇവിടെ ഞാൻ 3 ഡയഗ്രാം വരയ്ക്കാം. നിങ്ങൾ ഏത് ഫോൾട്ടാണ് എന്നുള്ള കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള അനാലിസിസിന് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഈ അൺസിമെട്രിക്കൽ ഫോൾട്ടുകൾ 3 ഉള്ളത്. LG ഉണ്ട്, LL ഉണ്ട്, LG ഉണ്ട്. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്നത് ഏതൊക്കെയാണെന്ന് നോക്കൂ. LG, അതായത് നമ്മുടെ അൺസിമെട്രിക്കൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ LG, LLG, LG അല്ലേ? ഒന്നാമത്തെ ലൈൻ ടു ഗ്രൗണ്ട്, ഒരു ലൈന് ഒരു ഗ്രൗണ്ടും ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഈ സാധനത്തിന് റെപ്രസെന്റ് ചെയ്ത ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇവിടെ ഈ ലൈന് ഒരു ലൈന് ഈ ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? LG ഫോൾട്ട്. സോ ദിസ് ഈസ് യുവർ LG ഫോൾട്ട്. പിന്നെ 2 ലൈനുകളും കൂടി കൂട്ടിമുട്ടി കഴിഞ്ഞാലുള്ള അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത്? LL ഫോൾട്ട്. ശരിയല്ലേ? അപ്പോൾ LL ഫോൾട്ട് ആരാ വരിക? 2 ലൈനുകൾ കൂട്ടിമുട്ടി അതിനെ വിളിക്കുന്ന പേരാണെന്ത്? LL ഫോൾട്ട്. ഇനി LG ഫോൾട്ട്, അത് 2L ഗ്രൗണ്ട്. അപ്പോൾ ഇതെന്താവും? LG ഗ്രൗണ്ട് ഫോൾട്ട്. മനസ്സിലായില്ലേ? ഇതാണ് ഒരു ജനറൽ റെപ്രസെന്റേഷൻ. നിങ്ങൾക്കൊരു ജനറൽ ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ്. ഇതാണ് നിങ്ങളുടെ ഫോൾട്ടിൻ്റെ ഒരു ജനറൽ റെപ്രസെന്റേഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കാര്യം. ഇനി
നിങ്ങളോട് ഇപ്പോൾ ആ ഫോൾട്ടുകൾ നിങ്ങൾ ക്ലിയർ ആയതായിരിക്കും. ഇനി നിങ്ങളോട് ചിലപ്പോൾ ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇതാണ് മോസ്റ്റ്ലി ഒക്കറിംഗ് എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഇത് റെയർലി ഒക്കറിംഗ് ആണെന്ന് പറഞ്ഞു, ഇത് ഏറ്റവും സിവിയർ ആണെന്നും പറഞ്ഞു. ഓക്കെ, 3 ഫേസ് ഫോൾട്ടുകളാണ് സിവിയർ. ഇനി വളരെ എടുത്ത് നിങ്ങളോട് അതിൻ്റെ പേഴ്സൻറ്റേജും മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുവാണെങ്കിൽ അത് പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അതായത് നിങ്ങളുടെ ഫോൾട്ടുകൾ ഈ ഫോൾട്ടിൻ്റെ സിവിയറിറ്റിനെ കുറിച്ചാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെങ്കിൽ ഫോൾട്ടിൻ്റെ സിവിയറിറ്റി ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ ഫോൾട്ടിലെ പോകുന്ന കറണ്ടിനനുസരിച്ചിട്ടാണ്. ഓക്കെ, കറണ്ടിനനുസരിച്ചിട്ടാണ് ഫോൾട്ട് സിവിയറിറ്റി റെപ്രസെൻറ്റ് ചെയ്യുക. ഇവിടെ സിവിയറിറ്റിയും ഇവിടെ ഒക്കറൻസും എഴുതുകയാണെങ്കിൽ, അതായത് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന ഏതാണ് എന്നുള്ള ലെവലിൽ എഴുതുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞുതരാം. ഇഫ് സപ്പോസ് നിങ്ങളുടെ ഫോൾട്ടുകൾ എങ്ങനെ കൃത്യമായിട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുക, ഇത് LG, ഇത് LL, ഇത് ഡബിൾ LG, ഇത് ട്രിപ്പിൾ L, ഇത് ട്രിപ്പിൾ LG, ഇതാണല്ലോ അല്ലേ. ഇത് ഞാൻ പറഞ്ഞു ഏറ്റവും റെയർലി ഒക്കർ ചെയ്യുന്ന ആരാ? 3 ഫേസ് ഫോൾട്ടുകളാണ്. 3 ഫേസ് ഫോൾട്ടുകൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ട്രിപ്പിൾ Lഉം ട്രിപ്പിൾ LGയും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, ഏറ്റവും മോസ്റ്റ്ലി ഒക്കർ ചെയ്യുന്നത് ഏതാണെന്ന് പറഞ്ഞു? നിങ്ങളുടെ അൺസിമെട്രിക്കൽ ഫോൾട്ടുകളാന്ന് പറഞ്ഞു. അതിലേതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന സാധനം ഏതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങളുടെ ഓർഡർ. ഓക്കെ, അപ്പം ഇത് ആണ് ഏറ്റവും റെയർലി ഒക്കർ ചെയ്യുന്നത്, ഇതായിരിക്കും നിങ്ങളുടെ മോസ്റ്റ്ലി ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, അത് നിങ്ങൾക്ക് പേഴ്സൻറ്റേജ് അനാലിസിസ് നടത്തുകയാണെങ്കിൽ ഈ LG ഫോൾട്ടുകൾ 70% ഇവിടെയുള്ള ഫോൾട്ടുകൾ മാത്രം LG ഫോൾട്ടുകളായിരിക്കും. അതുപോലെ ഇത് LL ഫോൾട്ടുകൾ 15% LL ആയിരിക്കും, 10% ഇതായിരിക്കും. വളരെ റെയർലി ആയിട്ട് ഒക്കർ ചെയ്യുന്ന 3 ഫേസ് ഫോൾട്ടുകൾ എത്ര ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി രണ്ടും കൂടി എത്ര ഉണ്ടാവുള്ളൂ? 5% ഉണ്ടാവുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്ന. അതിൻ്റെ സിവിയറിറ്റിയുടെ പേഴ്സൻറ്റേജ് ഒക്കെ എടുത്ത് ചോദിക്കുകയാണെങ്കിൽ 70 ഓർക്കുക. 3 ഫേസ് ഫോൾട്ടുകൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5% അതിൽ കുറഞ്ഞ ശതമാനമാണ് നിങ്ങളുടെ 3 ഫേസ് ഫോൾട്ടുകൾ. അതിൽ തന്നെ ട്രിപ്പിൾ LG ആണ് ഏറ്റവും റെയർലി ആയിട്ട് ഒക്കർ ചെയ്യുന്നത്. ഓക്കെ, സോ യുവർ സിമെട്രിക്കൽ ഫോൾട്ട്സ് ആർ വെരി റെയർലി ഒക്കറിങ്, ദീസ് ആർ മോസ്റ്റ്ലി ഒക്കറിങ്. അതിലുള്ള പേഴ്സൻറ്റേജ് കണക്കുകളും പറഞ്ഞു തന്നു. ഓക്കെ, ഇനി ഇതിൻ്റെ തീവ്രത, അതാണ് സിവിയറിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെ റെയറായിട്ട് ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായിരിക്കുമല്ലോ ഏറ്റവും സിവിയർ അല്ലേ, കാരണം അത് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമായി. അപ്പോൾ ഏറ്റവും സിവിയർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ട്രിപ്പിൾ LG ഫോൾട്ട് ആയിരിക്കും. അപ്പോൾ സിവിയറിറ്റീൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും? സിവിയറിറ്റി നേരെ താഴെ ആയിരിക്കും. ഇതാണ് ഏറ്റവും മോസ്റ്റ് സിവിയർ, ഇതാണ് ലീസ്റ്റ് സിവിയർ. ഓക്കെ, ഇത് എപ്പോഴും ഒക്കർ ചെയ്യും. അത് ഫോൾട്ട് ഡിറ്റക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. അതിനാണ് നമ്മുടെ ബ്രേക്കേഴ്സ് മറ്റുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒക്കർ ചെയ്താലും പ്രശ്നമില്ല, വലിയ നാശനഷ്ടം ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളുടെ 3 ഫേസ് ഫോൾട്ടുകൾ ഒക്കർ ചെയ്താൽ വളരെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ അതിന് സിവിയർ ഫോൾട്ടിൻ്റെ ലേബലിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. ക്ലിയർ ആയല്ലോ? ഇനി ഇതാണ് നിങ്ങളുടെ ജനറൽ ഐഡിയ. ഇനി ഇതിലും എക്സെപ്ഷൻ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ എക്സെപ്ഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രിപ്പിൾ LG ഫോൾട്ട് മോസ്റ്റ് സിവിയർ ഫോൾട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൽ ഒക്കർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ട്രിപ്പിൾ LG ഫോൾട്ടുകൾ തന്നെയാണ് ഏറ്റവും സിവിയർ എന്ന് പറയുന്നത്. ഓക്കെ, ലൈനുകളുടെ കാര്യത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ട്രിപ്പിൾ LG ഫോൾട്ടാണ് ഏറ്റവും സിവിയർ എന്ന് പറയുന്നത്. പക്ഷേ ഒരു എക്സെപ്ഷൻ എവിടെയുള്ളതെന്ന് വെച്ചാൽ ജനറേറ്ററിൻ്റെ ടെർമിനൽസിൻ്റെ കേസിലാണ്. ഓക്കെ, ജനറേറ്ററിൻ്റെ ടെർമിനലിൻ്റെ കേസിൽ LG ഫോൾട്ട് ഈസ് ദ മോസ്റ്റ് സിവിയർ ഫോൾട്ട് അറ്റ് ദ ജനറേറ്റർ ടെർമിനൽസ്. ഓക്കെ, ജനറേറ്റർ ടെർമിനലുകളുടെ കേസിൽ ഏറ്റവും സിവിയർ ഫോൾട്ട് ഏതാണെന്ന് ചോദിച്ചാൽ LG ഫോൾട്ട്. അതുകൊണ്ട് തന്നെ എക്സെപ്ഷൻ ആയതുകൊണ്ട് അതെടുത്ത് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കാര്യത്തിൽ ഇതാണ് ഓർഡർ. പക്ഷേ ജനറേറ്ററിന് മാത്രം ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ LG ഫോൾട്ടുകളാണ് കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും സിവിയർ. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് എടുത്ത് ചോദിക്കാം. നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസമുള്ളതാണല്ലോ നമുക്ക് ക്വസ്റ്റ്യനുകളിൽ സാധാരണയായിട്ട് കാണാം. അപ്പോൾ അത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ആ ഒരു പോയിന്റ് ക്ലിയർ ചെയ്ത് പോവാം.
ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് ഓക്കെ. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഫോൾട്ട് കറണ്ട്, അതിൻ്റെ ഒക്കറൻസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ. ഇനി നിങ്ങളോട് ജനറലി ചോദിക്കുവാണ് നമുക്ക് ഈ ഫോൾട്ട് കറണ്ടിനെ എങ്ങനെ ലിമിറ്റ് ചെയ്യാം, നമുക്ക് ഈ ഫോൾട്ട് കറണ്ടിനെ ലിമിറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഫോൾട്ട് കറണ്ട് ക്യാൻ ബി ലിമിറ്റഡ് ബൈ, നമുക്ക് എങ്ങനെ ലിമിറ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളൊരു ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടായിരിക്കും. ഇഫ് സപ്പോസ് ഇവിടെ നമ്മളൊരു ജനറേറ്ററും അതുപോലെ ഇവിടെ നമ്മുടെ ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പോകുന്ന ലൈനിൽ ഇവിടെ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്തെന്ന് വിചാരിക്കും, ഫോൾട്ട് എഫ് എന്ന് ഞാൻ കാണിച്ചു. ഓക്കെ. അപ്പോൾ ഈ ഫോൾട്ട് ഒക്കർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഫോൾട്ടിനെ നമുക്ക് എങ്ങനെ കുറച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫോൾട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു ഫോൾട്ട് ഒക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഉറപ്പായിട്ടും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്, നിങ്ങൾ ആ ലൈനിൽ എന്ത് കണക്ട് ചെയ്താൽ മതി എന്ന് ചോദിക്കാറുണ്ട്. യു ജസ്റ്റ് കണക്ട് സീരീസ് റിയാക്ടറുകൾ. ഓക്കെ. ഒന്നെങ്കിൽ സീരീസ് റിയാക്ടറുകളെ കണക്ട് ചെയ്യുക അല്ലെങ്കിൽ സീരീസ് ഇംപിഡൻസുകളെ കണക്ട് ചെയ്യുക. ഓക്കെ. ആ ഫോൾട്ട് ഒക്കർ ചെയ്യുന്ന സ്ഥലത്ത് ഒരു സീരീസ് റിയാക്ടറുകളോ അല്ലെങ്കിൽ ഒരു സീരീസ് ഇംപിഡൻസുകളോ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫോൾട്ട് കറണ്ടിനെ എന്ത് ചെയ്യാം, റെസ്ട്രിക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അത് ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ. എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ. പാരലൽ ആണോ സീരീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, ദീസ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ദ സിസ്റ്റം ടു ബി പ്രൊട്ടക്റ്റഡ്. ഏത് സിസ്റ്റമാണോ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സിസ്റ്റത്തിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുക എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ സീരീസ് കണക്ഷനാണ് അവിടെ വേണ്ടത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് കാര്യം, നെക്സ്റ്റ് വേറെ ചെറിയൊരു ടോപ്പിക്കാണ്. നമ്മൾ റിയാക്ടറുകളെ കുറിച്ച് പറഞ്ഞു, സീരീസ് റിയാക്ടറുകളെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് റിയാക്റ്റൻസ് കാണാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഹെഡിങ് കൊടുക്കുക പേഴ്സൻറ്റേജ് റിയാക്റ്റൻസ് ഹെഡിങ് കൊടുക്കുക. രണ്ടൊന്ന് ഫോർമുലയാണ്, വേറെ ഒന്നുമില്ല. അപ്പം ഈ നമ്മുടെ ജനറേറ്ററുകളായാലും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്ഫോമറുകളായാലും അതുപോലെ തന്നെ റിയാക്ടറുകളായാലും എല്ലാതും ജനറലി പേഴ്സൻറ്റേജ് റിയാക്റ്റൻസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്തിനാണ് പേഴ്സൻറ്റേജ് റിയാക്റ്റൻസ് പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കാൽക്കുലേഷനുകളെ എന്ത് ചെയ്യാൻ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെക്കുന്നത്. ഓക്കെ. ഈ പേഴ്സൻറ്റേജ് റിയാക്റ്റൻസിൻ്റെ ഫോർമുല ചോദിക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വയ്ക്കുക എപ്പോഴും പേഴ്സൻറ്റേജ് റിയാക്റ്റൻസിനെ പേഴ്സൻറ്റേജ് എക്സ് എന്ന് വിളിക്കുന്നു. പേഴ്സൻറ്റേജ് എക്സ് ഈക്വൽ ടു ഐ ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ വി ഇൻറ്റു 100. I into x divided by v into 100 where your I എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറണ്ടും I എന്ന് പറയുന്നത് ഫുൾ ലോഡ് കറണ്ട്, V എന്ന് പറയുന്നത് ഫേസ് വോൾട്ടേജ്, ദെൻ X എന്ന് പറയുന്നത് റിയാക്റ്റൻസ് ഇൻ ഓം. ഓക്കെ. റിയാക്റ്റൻസ് ഇൻ ഓം. ഓക്കെ. ഇനി ഈ പെർസെൻറ്റേജ് എക്സിനെ നമുക്ക് KVAയിലും റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. ഇതിപ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് ഏതിൻ്റെ ടേംസിലാണ്? നമ്മുടെ കറണ്ട് ഈ നമ്മുടെ എക്സിനെയും വോൾട്ടേജിൻ്റെ ടേംസിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് KVAയിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ KVAയിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രൂഫ് പോലത്തെ സെറ്റപ്പാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ട് വരും. അപ്പോൾ ആ എൻ്റെ റിസൾട്ടിലേക്ക് ഞാൻ ഡയറക്റ്റ്ലി പോവുകയാണ്. ഓക്കെ. നമുക്ക് എൻ്റെ റിസൾട്ട് പഠിച്ചാൽ മതി. percentage x equal to KVA into x divided by 10 into kilovolt the whole square. ഇതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇതാണ് നമ്മുടെ റിസൾട്ട്. ക്ലിയർ? നമ്മുടെ KVA എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ അല്ലേ, KVAയും പവറും അതുപോലെ തന്നെ കിലോ വോൾട്ട് നമ്മുടെ വോൾട്ടേജ്. ഓക്കെ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. പെർസെൻറ്റേജ് എക്സ് എന്ന് പറഞ്ഞാൽ I ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ വി. ഇവിടെ KVA ഐക്ക് പകരം KVA ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ വോൾട്ടൊക്കെ മാറി 10 ഇൻറ്റു കിലോ വോൾട്ട് ദ ഹോൾ സ്ക്വയർ ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഈ രണ്ട് ഫോർമുല നിങ്ങൾ പെർസെൻറ്റേജ് എക്സിൻ്റെ കാര്യത്തിൽ നോട്ട് ചെയ്ത് വെക്കുക. ഇത് ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവും എന്തായാലും. ഓക്കെ. ഡോണ്ട് വറി, ആ ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവും. ഓക്കെ.
ഇനി അടുത്തത് പറയാനുള്ളത്, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എലമെൻറ്റിൽ ഇന്നൊരു സർക്യൂട്ട് നിങ്ങളുടെ കയ്യിലിപ്പോൾ റിയാക്ടൻസ് എലമെൻറ്റ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കും. അതായത് റിയാക്ടൻസ് എലമെൻറ്റ് മാത്രമേ നിങ്ങളുടെ സർക്യൂട്ടിലുള്ളൂ എങ്കിൽ യുവർ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈസ് റെപ്രസെൻറ്റഡ് ആസ്, നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് ഈസ് ISC ഈക്വൽ ടു V/X. ഇതാണ് നമ്മൾ സാധാരണ കറണ്ടിൻ്റെ ഫോർമുല, V/, ഇമ്പിഡൻസ് അല്ലെങ്കിൽ റിയാക്ടൻസ് എക്സ്. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ എക്സിൻ്റെ വാല്യൂ നമ്മുടെ ഫസ്റ്റത്തെ എക്സ്പ്രഷൻ ഇല്ലേ, ഈ എക്സ്പ്രഷൻ, ഇവിടെ നിങ്ങൾ എക്സിൻ്റെ വാല്യൂ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി കഴിഞ്ഞാൽ 100 ഒക്കെ കട്ടായി പോകും. അപ്പോൾ വാട്ട് വിൽ ബി ഗെറ്റിംഗ്, യു വിൽ ബി ഗെറ്റിംഗ് ISC ഈക്വൽ ടു I ഇൻറ്റു 100/%X. വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് I ഇൻറ്റു 100/%X. ഓക്കെ, അപ്പോൾ I എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ ലോഡ് കറണ്ട് ആയിരിക്കും. നിങ്ങളുടെ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഞാൻ ISC കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്ത് ISC വിൽ ബി ഈക്വൽ ടു I ഇൻറ്റു 100/%. എല്ലാ ക്വസ്റ്റ്യനിലും എല്ലാ സാധനങ്ങളും തരും, നിങ്ങൾ ആകെ ഫോർമുല മാത്രം അനലൈസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഷോർട്ട് സർക്യൂട്ട് KVAയും കാൽക്കുലേറ്റ് ചെയ്യാം. ഷോർട്ട് സർക്യൂട്ട് KVA. ഓക്കെ, അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെ നിങ്ങളുടെ ജനറൽ ഫോർമുലയുണ്ട്. അവിടെയും ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC ഈക്വൽ ടു, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ISC ആണ്. നിങ്ങളുടെ ബേസ് ഷോർട്ട് സർക്യൂട്ട് MVA അല്ല, ഷോർട്ട് സർക്യൂട്ട് KVA, ഷോർട്ട് സർക്യൂട്ട് KVA ഈസ് ഈക്വൽ ടു ബേസ് KVA ഇൻറ്റു 100/%X ഇൻറ്റു 100/%X. ഓക്കെ, അപ്പോൾ രണ്ട് ഫോർമുല ആയാലും നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇവിടെ ആര് കോമൺ ആണ്, 100/%X കോമൺ ആണ്. നിങ്ങൾ ആകെ പഠിക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുൾ ലോഡ് കറണ്ട് വേണ്ടി വരും. ഷോർട്ട് സർക്യൂട്ട് KVA എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ബേസ് KVAയും വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബേസ് KVA ഇൻറ്റു 100/%X എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? അതാണ് നമുക്കിവിടെ ആ ഒരു പോയിന്റിൽ പറയാനായിട്ട് ഉള്ളത്. ക്ലിയർ? അപ്പോൾ അതാണ് നമ്മുടെ ജനറലി നമ്മൾ ഈ പറഞ്ഞ ഫോൾട്ടിന്. ഇപ്പോൾ ഫോൾട്ടിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. അപ്പോൾ ജനറലി ഉള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അൺസിമെട്രിക്കൽ ഫോൾട്ടുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിലും വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാനുള്ളത് കുറച്ച് നമ്മളുടെ സീക്വൻസ് കറണ്ടുകൾ മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള കുറച്ച് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, സീക്വൻസ് കറണ്ടുകൾ വരുമ്പോൾ എന്താണ് ഉണ്ടാവുക, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പിഡൻസ് വരുമ്പോൾ എന്താണ് ഉണ്ടാവുക, ആ സീക്വൻസ് കമ്പോണൻസ് എന്താണ് വരുമ്പോൾ എന്താണ് ഒക്കർ ചെയ്യുന്നത് മുതലായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ പഠിക്കുന്നതിന് മുന്നേ നമുക്കൊരു എന്താണ് ഈ ബാലൻസ്ഡ് സിസ്റ്റവും അൺബാലൻസ്ഡ് സിസ്റ്റവും എന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഒരു ബാലൻസ്ഡ് സിസ്റ്റം എന്നുള്ളതും എന്താണ് ഒരു അൺബാലൻസ്ഡ് സിസ്റ്റം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ബാലൻസ്ഡ് സിസ്റ്റവും അൺബാലൻസ്ഡ് സിസ്റ്റവും എന്താണെന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇത് എവിടെയാണ് വരുന്നത് വെച്ചാൽ നമ്മൾ ഈ സിമെട്രിക്കൽ അൺസിമെട്രിക്കൽ എന്ന് പറയാറില്ലേ, അവിടെ തന്നെയാണ് ഈ ബാലൻസ്ഡ് സിസ്റ്റവും അൺബാലൻസ്ഡ് സിസ്റ്റവും വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ജനറൽ അനാലിസിസ് നടത്താം. സോ ഒരു ബാലൻസ്ഡ് സിസ്റ്റം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ബാലൻസ്ഡ് സിസ്റ്റം നമ്മൾ പറയാറുണ്ട് സിസ്റ്റം ബാലൻസ്ഡ് ആണ്, സിസ്റ്റം അൺബാലൻസ്ഡ് ആണെന്നൊക്കെ പറയാറില്ലേ. ഇപ്പോൾ ഒരു ബാലൻസ് സിസ്റ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാലൻസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ക്വാണ്ടിറ്റികളുടെ മാഗ്നിറ്റ്യൂഡ്സും അതുപോലെ തന്നെ ഫേസ് ഡിഫറൻസും, മാഗ്നിറ്റ്യൂഡ്സ് ആൻഡ് ഫേസ് ഡിഫറൻസ് ആർ ഈക്വൽ. മാഗ്നിറ്റ്യൂഡ്സും ഫേസ് ഡിഫറൻസും എന്താണ്, ഈക്വൽ ആണ്. അതായത് ഈ മാഗ്നിറ്റ്യൂഡും ഫേസ് ഡിഫറൻസ് ഈക്വൽ എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള മാഗ്നിറ്റ്യൂഡുകൾ ഏതൊക്കെയായിരിക്കും, വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ആയിരിക്കും അല്ലേ. ആ വോൾട്ടേജിൻ്റെയും കറണ്ടിൻ്റെയൊക്കെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബാലൻസ് സിസ്റ്റത്തിന് അടുത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ എന്തില്ല, ന്യൂട്രൽ കറണ്ട് ഇല്ല. ഓക്കെ, ന്യൂട്രൽ കറണ്ട്. ഓക്കെ,
അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ 3 ഫേസുകളെ ഞാൻ എ ബി സി എന്ന് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഈ 3 സ്ഥലത്തിൻ്റെയും ന്യൂട്രൽ കറണ്ടിനെ ഞാൻ ഐ എൻ എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഐ എ പ്ലസ് ഐ ബി പ്ലസ് ഐ സി ഈക്വൽ ടു എന്താ വരിക? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, അതായത് ഒരു ബാലൻസ് സിസ്റ്റത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ 3 ഫേസ് 3 വയർ സിസ്റ്റത്തിനും അതുപോലെ 3 ഫേസ് 4 വയർ സിസ്റ്റത്തിനും പറയാറില്ലേ. അപ്പോൾ ഇത് തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ആ വ്യത്യാസം എവിടെ ഉണ്ടാവുള്ളൂ? അൺബാലൻസ് സിസ്റ്റത്തിലേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ നിങ്ങളുടെ 3 ഫേസുകൾക്കും ഐഡൻറ്റിക്കൽ ഇമ്പിഡൻസും ഐഡൻറ്റിക്കൽ മാഗ്നിറ്റ്യൂഡും ഐഡൻറ്റിക്കൽ ഫേസ് ഷിഫ്റ്റും ഒക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബാലൻസ് സോഴ്സിൽ മാഗ്നിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും ഒക്കെ ഈക്വൽ ആയിരിക്കും. എത്രയാണ് നമ്മുടെ ഫേസ് ഷിഫ്റ്റ് വരിക? 120 ഡിഗ്രീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഫേസ് കറണ്ടുകളെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി ഒരു അൺബാലൻസ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അൺബാലൻസ് സിസ്റ്റം ഓക്കെ ഓരോ ഇക്വേഷനിലും, അതായത് ഓരോ ഇക്വേഷനിലും മറ്റുള്ള ഫേസുകളും കടന്നു വരും. ഓക്കെ, ഈച്ച് ഇക്വേഷൻ വിൽ ഇൻവോൾവ് അതർ ഫേസസ് ഓൾസോ. മറ്റുള്ള ഫേസുകളും കൂടി ഇതിൻ്റെ അകത്ത് കടന്നു വരും. കാരണം അൺബാലൻസ്ഡ് ആണ്, അതിൻ്റെയും കൂടി എഫക്റ്റ് വരും. ഓക്കെ, അപ്പം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡുകളോ ഫേസ് ഡിഫറൻസുകളോ ഡിഫറൻ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഈ പറയുന്ന മാഗ്നിറ്റ്യൂഡുകളോ ഫേസ് ഡിഫറൻസുകളോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ഓർ ഫേസ് ഡിഫറൻസ് ഒക്കേഴ്സ്. ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ്സ് ഓർ ഫേസ് ഡിഫറൻസ് ഒക്കേഴ്സ്. ഓക്കെ, പിന്നെ ഒരു സിസ്റ്റം അൺബാലൻസ്ഡ് ആവാനുള്ള കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഏതൊരു സിസ്റ്റം ആയാലും ഒരു സോഴ്സും ഉണ്ടാവും, സിമിലർലി ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും, ഇവിടെ ഒരു ലോഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഈ രണ്ട് സാധനവും എന്താണ്? ബാലൻസ്ഡ് ആണ്. സോഴ്സ് ആയാലും ലോഡായാലും ബാലൻസ്ഡ് ആണ്. ഒരു അൺബാലൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഈ പറയുന്ന ലോഡ് ഈസ് അൺബാലൻസ്ഡ്. ലോഡ് ഈസ് അൺബാലൻസ്ഡ്. അപ്പോൾ ഒരു സിസ്റ്റം അൺബാലൻസ്ഡ് ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക, അവിടെ ആര് അൺബാലൻസ്ഡ് ആയിരിക്കും? ലോഡ് അൺബാലൻസ്ഡ് ആയിരിക്കും. പക്ഷെ സോഴ്സും അൺബാലൻസ്ഡ് ആവാമെന്ന് നമുക്ക് പറയാം. പക്ഷെ ജനറലി സോഴ്സ് എന്തായിരിക്കും? ഒരു ബാലൻസ്ഡ് സാധനമായിരിക്കും. മനസ്സിലായി? സോഴ്സ് അൺബാലൻസ്ഡ് ആവാമെന്ന് പറയാം, അങ്ങനെ പറയുമ്പോൾ പറയാമെന്നല്ലാതെ, പക്ഷെ നമുക്ക് സോഴ്സ് എപ്പോഴും എന്തായിരിക്കും? ബാലൻസ്ഡ് ആയിരിക്കും. ലോഡിലാണ് എന്ത് ചെയ്യുന്നത്? വ്യത്യാസം വരുന്നത്. ക്ലിയർ? അപ്പോൾ അൺബാലൻസ്ഡ് ലോഡ് ആണ് എന്ത് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത് എന്തുകൊണ്ടാണ് വരുന്നത്? അൺബാലൻസിങ് വരുന്നത്, ലോഡിൽ അൺബാലൻസിങ് എന്തുകൊണ്ടാണ് വരുന്നത്? അവിടെ ഒരു അൺസിമെട്രിക്കൽ ഫോൾട്ടുകളാണ് ഒക്കെ ചെയ്യുക. ശരിയല്ല? അൺസിമെട്രിക്കൽ ഫോൾട്ട് വെക്കുമ്പോഴാണ് അൺബാലൻസ്ഡ് സിസ്റ്റം വരുന്നത്. അല്ല, അൺസിമെട്രിക്കൽ ഫോൾട്ട് ഒക്കെ ചെയ്യുമ്പോഴേ സിസ്റ്റം അൺബാലൻസ്ഡ് ആവുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ സിമെട്രിക്കൽ ഫോൾട്ടുകളൊക്കെ എന്താണ്? ബാലൻസ് സിസ്റ്റം നമുക്ക് പറയാമല്ലോ, അല്ലേ? അപ്പോൾ അതാണ് അതിൻ്റെ കൺസെപ്റ്റായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ജനറലി നമ്മൾ ഈ അൺബാലൻസിങ്ങിന് ഈ കാര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് 3 സീക്വൻസ് കമ്പോണൻറ്റുകളൊക്കെ വരും. ഓക്കെ, 3 സീക്വൻസ് കമ്പോണൻറ്റുകളൊക്കെ വരും. അപ്പോൾ ആ 3 സീക്വൻസ് കമ്പോണൻറ്റുകളൊക്കെ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഈ അൺബാലൻസ് സിസ്റ്റത്തിൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് ഉപയോഗിക്കാനാണ് നമ്മളൊരു തിയറം ഉണ്ട്. അതിൻ്റെ പേരാണ് ഫോർട്ടസ്ക്യൂ തിയറം. ഓക്കെ, എന്താണ് അതിൻ്റെ പേര്? ഫോർട്ടസ്ക്യൂ തിയറം. ഓക്കെ, ഈ ഫോർട്ടസ്ക്യൂ തിയറം എന്താണ് പറയുന്നത് പറഞ്ഞാൽ, ഒരു അൺബാലൻസ്ഡ് സിസ്റ്റത്തിനെ വിച്ച് ഈസ് ഹാവിങ് n ഫേസസ്. ഓക്കെ, n ഫേസറുകളുള്ള ഒരു അൺബാലൻസ് സിസ്റ്റത്തിന് ഇറ്റ് ക്യാൻ ബി റിസോൾവ്ഡ് ഇൻറ്റു n-1 system of balanced phases and one co-phaser. ഒരു n ഫേസറുകളുള്ള അൺബാലൻസ് സിസ്റ്റത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. n-1 ബാലൻസ്ഡ് സിസ്റ്റവും അതുപോലെ ബാലൻസ്ഡ് ഫേസറുകളും, അതുപോലെ തന്നെ ഒരു കോ-ഫേസറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ സപ്പോസ് ഒരു 3 ഫേസ് അൺബാലൻസ്ഡ് സിസ്റ്റമാണെന്നുള്ളതെന്ന് വിചാരിക്കും. ഒരു 3 ഫേസ് അൺബാലൻസ്ഡ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഈ 3 ഫേസ് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ n, അല്ലേ? അപ്പോൾ ഇവിടുത്തെ n ഫേസർ എന്ന് പറയുമ്പോൾ ഇതാണ് നിങ്ങളുടെ n. അപ്പോൾ ഈ 3 ഫേസ് n ഫേസ് ഉള്ള സാധനത്തിന് നിങ്ങൾ n-1 ആയി ഡിവൈഡ് ചെയ്യുന്നു. n-1 എന്ന് പറയുമ്പോൾ എത്ര? ഇപ്പോൾ 2, ഇവിടെ ഒരു 1. അപ്പോൾ 2 സിസ്റ്റംസ് ഓഫ്
ബാലൻസ്ഡ് ഫേസറുകളായിട്ടും ഡിവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ്, ഒരു കോ ഫേസൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് കോ ഫേസൽ ക്വാണ്ടിറ്റിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു തിയറം വെച്ചിട്ടാണ് നമ്മളൊരു ബാലൻസ്ഡ് സിസ്റ്റത്തിന് നമുക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളൊരു അൺബാലൻസ്ഡ് സിസ്റ്റത്തിന് അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന തിയറമാണ്. ഓക്കെ, അനാലിസിസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു തിയറമാണ് നമ്മുടെ ഫോർട്ടസ്ക്യൂ തിയറം. ക്ലിയർ? ഓക്കെ, അപ്പം നിങ്ങൾ ഏതൊരു അൺബാലൻസ്ഡ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ നമുക്കൊരു കമ്പോണൻസ് വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഏതൊരു അൺബാലൻസ്ഡ് ക്വാണ്ടിറ്റി എടുത്തു കഴിഞ്ഞാലും അതിൽ 3 സീക്വൻസ് കമ്പോണൻറ്റുകൾ ഉണ്ടാവും. ഓക്കെ, ഏതൊരു അൺബാലൻസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 സീക്വൻസ് കമ്പോണൻറ്റുകൾ ഉണ്ടാവും. അതിൽ ഒന്നാമതാണ് പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്. ഓക്കെ, ഒന്നാമതാണ് പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്, രണ്ടാമതാണ് നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്, ദെൻ മൂന്നാമത്തതാണ് നമ്മുടെ സീറോ സീക്വൻസ് കമ്പോണൻറ്റ്. ഓക്കെ, പോസിറ്റീവ് സീക്വൻസ്, നെഗറ്റീവ് സീക്വൻസ്, അതുപോലെ സീറോ സീക്വൻസ് കമ്പോണൻറ്റും. ഓക്കെ, ഈ 3 സീക്വൻസുകളും നമുക്ക് വോൾട്ടേജ് ആയിട്ടും കറണ്ടായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഈ 3 സീക്വൻസ് ആയാലും നമുക്ക് വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. ആദ്യം നമ്മുടെ സിമെട്രിക്കൽ കമ്പോണൻറ്റുകൾ എടുക്കാം. ഓക്കെ, നമ്മുടെ സിമെട്രിക്കൽ കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് ആദ്യം ഡിസ്കഷൻ നടത്താം. എന്നിട്ട് നമുക്ക് അൺസിമെട്രിക്കൽ കമ്പോണൻസിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കഷൻ നടത്താം. ഓക്കെ, അപ്പോൾ ഒരു സിമെട്രിക്കൽ കമ്പോണൻറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ സിമെട്രിക്കൽ കമ്പോണൻറ്റിൻ്റെ മെത്തേഡ്സ് ഹെഡിങ് കൊടുക്കുക. സിമെട്രിക്കൽ components methods. ഓക്കെ, സിമെട്രിക്കൽ കമ്പോണൻസ് മെത്തേഡ്സ്. അപ്പോൾ ഫോർട്ടസ്ക്യൂ ആണ് പറഞ്ഞത് എന്ത്, he has showed that any unbalanced system of a 3-phase voltage അല്ലെങ്കിൽ കറണ്ട് it will be composing of 3 separate sets of balanced vectors. ഓക്കെ, 3 sets of balanced vector ഉണ്ടാവും. ഏതൊരു അൺബാലൻസ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാലും അതിന് 3 സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബാലൻസ്ഡ് വെക്ടറുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞ ആളാണ് ആര്, നമ്മുടെ ഫോർട്ടസ്ക്യൂ. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് സിമെട്രിക്കൽ കമ്പോണൻറ്റ് തിയറി അല്ലെങ്കിൽ ഒരു 3 വെക്ടറിൻ്റെ കമ്പോണൻസ് എടുക്കുന്നത്. ആ 3 വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ് ഈ പറഞ്ഞ പോസിറ്റീവ് സീക്വൻസും നെഗറ്റീവ് സീക്വൻസും അതുപോലെ തന്നെ സീറോ സീക്വൻസും എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ പോസിറ്റീവ് സീക്വൻസ് ജനറലി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ പോസിറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് സാധാരണ നോർമൽ സീക്വൻസ് ആണ്. ഓക്കെ, നോർമൽ സീക്വൻസ്. നെഗറ്റീവ് സീക്വൻസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ്, ഈ നോർമലിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഒരു ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇത് തരുന്നതാണ്. വെറാസ് സീറോ സീക്വൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ 3 കറണ്ടുകളോ വോൾട്ടേജുകളോ 3 കമ്പോണൻറ്റുകളും എന്താവും, 3 കമ്പോണൻറ്റുകളും ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡും ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം അവിടുത്തെ ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും, സീറോ ആയിരിക്കും. സീറോ ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക. ഓക്കെ, സീറോ ഫേസ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് തരിക. ഓക്കെ, അപ്പോൾ ഇത് ജനറലി പറയുവാണെങ്കിൽ നമ്മുടെ സിമെട്രിക്കൽ കമ്പോണൻസ് ആർ ഡിവൈഡഡ് ഇൻ ടു 3 അല്ലേ? ഏതൊക്കെയാണ്? ഒന്നാമത്തത് പോസിറ്റീവ് സീക്വൻസ്. പോസിറ്റീവ് സീക്വൻസിനെ ഞാൻ 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി മുതൽ ഇതാണ് റെപ്രസെൻറ്റേഷൻ, അത് ഓർത്ത് വയ്ക്കുക. നെഗറ്റീവ് സീക്വൻസിനെ 2, സീറോ സീക്വൻസിനെ 0 എന്നുള്ള ലെവലിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഈ റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ 3 ഫേസുകളാണ് ഇവിടെ എടുക്കുന്നത്. എയും ബിയും സിയും ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നോർമൽ അവസ്ഥയിൽ അല്ലെങ്കിൽ പോസിറ്റീവ് സീക്വൻസിൻ്റെ അവസ്ഥയിൽ തന്നെ എന്ത് തന്നെയായിരിക്കും,
എ ബി സി എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷെ നെഗറ്റീവ് സീക്വൻസിൽ ഇത് ഓപ്പോസിറ്റ് ആവാന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ഈ സിയും ബിയും ഇൻ്റർചേഞ്ച് ആവും. അപ്പോൾ എന്ത് വരും? എ സി ബി എന്ന് വരും അല്ലേ? സീറോ സീക്വൻസ് എന്തില്ല? നോ സീക്വൻസ് ഒന്നുമില്ല. ക്ലിയർ? അപ്പോൾ ഇവിടുത്തെ നമ്മൾ വോൾട്ടേജുകളെ ഫോർ എക്സാമ്പിൾ നമ്മൾ വോൾട്ടേജ് കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് വരിക? ഇറ്റ് വിൽ ബി VA1 VB1 VC1. 1 പോസിറ്റീവ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് വെക്കുക. VA2 VB2 VC2, അതുപോലെ VA0 VB0 VC0 എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഫോർടെസ്ക്യൂ എന്താ പറഞ്ഞത്? ഫോർടെസ്ക്യൂ എന്താ പറഞ്ഞത്? ഏതൊരു അൺബാലൻസ് സിസ്റ്റത്തിനെയും നമുക്ക് രണ്ടായി തരംതിരിക്കാം. രണ്ട് ബാലൻസ് സിസ്റ്റവും ഒരു ഗ്രൂപ്പ് ഓഫ് കോ ഫേസൽ എന്നുണ്ടാവും. ഈ കോ ഫേസലിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് സെയിം ഫേസ്. ഓക്കെ, കോ ഫേസൽ എന്ന് പറഞ്ഞാൽ സെയിം ഫേസ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. മനസ്സിലായി? അപ്പോൾ ഒരേ ഫേസ് ഉള്ള ഒരു സാധനം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, ഇവിടെ വി ആർ ഹാവിങ് ഈ ഇപ്പോൾ 3 കമ്പോണൻറ്റുകളാണുള്ളത്. 3 കമ്പോണൻറ്റുകളാണല്ലോ ഉള്ളത്, പോസിറ്റീവ് നെഗറ്റീവ് സീറോ. അതായത് 3 ഫേസ് 3 ഫേസൽ കമ്പോണൻറ്റുകളാണ്. നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യാം? 2, 1 എന്നുള്ള ലെവലിൽ ഡിവൈഡ് ചെയ്യാം. ശരിയല്ലേ? അപ്പോൾ 2, 1 ഉള്ള ലെവലിൽ 2 എണ്ണം ഏതായിരിക്കും? 2 എണ്ണം ബാലൻസ്ഡും ഒരെണ്ണം എന്താവും? ഒരെണ്ണം വിൽ ബി അൺബാലൻസ്ഡ് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഈ 2 എണ്ണത്തിൻ്റെയും ഫേസ് ഷിഫ്റ്റ്, അതാണ് ബാലൻസിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. ഫേസ് ഷിഫ്റ്റ് എത്രയാണ്? ഇറ്റ് ഈസ് ഹാവിങ് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റും ഇവിടെ ഈ സീറോൻ്റെ ഫേസ് ഷിഫ്റ്റ് എത്രയാ? ഇറ്റ് ഈസ് ഹാവിങ് 0 ഫേസ് ഷിഫ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഹാവിങ് നോ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയേണ്ടി വരും. ഇവിടെ ഫേസ് ഷിഫ്റ്റ് ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഈ 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ആ 2 സിസ്റ്റങ്ങൾ, ഈ 2 പോസിറ്റീവ് നെഗറ്റീവ് സിസ്റ്റവും എങ്ങനെയാണ്? അതേ ആർ ദ ബാലൻസ്ഡ് സിസ്റ്റവും. ഇതായിരിക്കും ഫേസ് ഷിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് നോട്ട് ബാലൻസ്ഡ്. ഇതെന്തല്ല? ഇത് ബാലൻസ്ഡ് അല്ല എന്ന് പറയേണ്ടി വരും. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒരു ബാലൻസ്ഡ് സിസ്റ്റത്തിൻ്റെ കൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ, ബാലൻസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഇഫ് ദർ ഈസ് ഫേസ് ഷിഫ്റ്റ് നമുക്കതിനെ പറയുന്നത് എന്ത് വരും? ബാലൻസ്ഡ് എന്ന് പറയും. അൺബാലൻസ്ഡ് എന്ന് പറഞ്ഞാൽ ഫേസ് ഷിഫ്റ്റ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയേണ്ടി വരും? നമ്മൾ അതിനെ അൺബാലൻസ്ഡിൻ്റെ ഗണത്തിലാണ് കൂട്ടുക എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതെപ്പോഴും കൺഫ്യൂഷൻ ആവുന്നതാണ്, അതുകൊണ്ടാണ് ക്ലിയർ ആക്കി തരുന്നത്. ഓക്കെ, അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് സിസ്റ്റവും, ഫേസ് ഷിഫ്റ്റ് ഇല്ലെങ്കിൽ അത് അൺബാലൻസ്ഡ് സിസ്റ്റത്തിൻ്റെ ലെവലിലാണ് വരുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരൊറ്റ കാര്യത്തിൽ നമുക്ക് ആ ഫോർടെസ്ക്യൂവിന് തിയറം പറഞ്ഞ പോലെ ഈ 3 എണ്ണത്തിനെ 2ആയി ഡിവൈഡ് ചെയ്യാം. ഏതൊക്കെ? 2, 1 എന്ന് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ബാലൻസ്ഡ് സിസ്റ്റവും ഒന്ന് കോ ഫേസൽ സിസ്റ്റവും. ഓക്കെ, കോ ഫേസൽ സിസ്റ്റമാണ്. അപ്പോൾ കോ ഫേസൽ സിസ്റ്റത്തിൻ്റെ ലെവലിൽ വരുന്നതാണ് ഇത്. അപ്പോൾ ഇത് 2 എണ്ണം ഇവിടെ ബാലൻസ്ഡും ഇവിടെ 1 ഇതൊരു കോ ഫേസൽ സിസ്റ്റമാണെന്നുള്ള കാര്യം നോട്ട് ചെയ്യാം. ക്ലിയർ? അപ്പോൾ ഫേസ് ഷിഫ്റ്റ് ഇല്ല. ഓക്കെ, അതാണ് നമുക്ക് ബാലൻസ്ഡിന് അൺബാലൻസ്ഡ് സിസ്റ്റത്തിന് സിമെട്രിക്കൽ കമ്പോണൻസിന് ജനറലി ഉള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സീക്വൻസുകളിലേക്ക് കടക്കുകയാണ്. ഓരോ പോസിറ്റീവ് എന്താണ്, നെഗറ്റീവ് എന്താണ്, 0 എന്താണെന്നുള്ള ലെവലിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻ്റ് എടുക്കാം. പോസിറ്റീവ് സീക്വൻസ് മതി. ഓക്കെ, പോസിറ്റീവ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പോസിറ്റീവ് സീക്വൻസ്. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് സീക്വൻസിൻ്റെ പ്രത്യേകതകൾ ഞാൻ ആദ്യം നോട്ട് ചെയ്യാം. എന്താണ്? സെയിം സീക്വൻസ് ആണ് ആസ് ഓഫ് ഒറിജിനൽ ഫേസസ്. ഓക്കെ, ഒറിജിനൽ ഫേസസിനെ സംബന്ധിച്ചിടത്തോളം സെയിം ഫേസ് സീക്വൻസ് ആണ്. പിന്നെ 3 ബാലൻസ്ഡ് ഫേസറുകളാണ് അല്ലേ? 3 ബാലൻസ്ഡ് ഫേസറുകളാണ്. അതുപോലെ തന്നെ 3 എണ്ണം എന്താണ്? ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണ്. സിമിലർലി ദേ ആർ ഡിസ്പ്ലേസ്ഡ് ഫ്രം ഈച്ച് അതർ.
ഡിസ്പ്ലേസ്ഡ് ഫ്രം ഈച്ച് അതർ ബൈ 120 ഡിഗ്രി. 120 ഡിഗ്രി ഈക്വലി ഡിസ്പ്ലേസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ ഇതൊരു പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ് VA1 ആണെങ്കിൽ ഇതായിരിക്കും നിങ്ങളുടെ VB1ഉം ഇതായിരിക്കും നിങ്ങളുടെ VC1. ഓക്കെ, അപ്പം എപ്പോഴും ആംഗിൾ എടുക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ABC എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഇതാണ് ABC. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോസിറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ്. ഇനി നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നെഗറ്റീവ് സീക്വൻസ് കമ്പോണൻറ്റ് പ്രത്യേകത മാഗ്നിറ്റ്യൂഡൊക്കെ ഈക്വൽ തന്നെയാണ്. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്. ഇവിടെ 3 ബാലൻസ്ഡ് ഫേസറുകൾ തന്നെയായിരിക്കും. 3 ബാലൻസ്ഡ് ഫേസർ തന്നെയായിരിക്കും. ഡിസ്പ്ലേസ്ഡ് ഫ്രം ഈച്ച് അതർ ബൈ എത്ര ഡിഗ്രി? 120 ഡിഗ്രി. പിന്നെ ഫേസ് സീക്വൻസ് എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്പോസിറ്റ് ഫേസ് സീക്വൻസ് ആസ് ദാറ്റ് ഓഫ് ഒറിജിനൽ ഫേസസ്. ഓക്കെ, ഒറിജിനൽ ഫേസസിൻ്റെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫേസ് സീക്വൻസ് എന്താണ്? ഓപ്പോസിറ്റ് ആണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഇത് നമ്മളിങ്ങനെ വരക്കുമ്പോൾ ഇത് VA2, ഇത് ആര് വരും? ഇത് VC2, ഇത് VB2. ഡിഫറൻസ് മനസ്സിലായോ? ഇവിടെ VB1 ആണ് വന്നത്, ഇവിടെ VC2 ആണ് വന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ എടുക്കുമ്പോൾ ഇതാണ് നിങ്ങളുടെ ആംഗിൾ വരുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് എടുക്കുക. ACB. ഇതാ നിങ്ങൾ നോക്കുക. A കഴിഞ്ഞ് പിന്നെ C കഴിഞ്ഞ് പിന്നെ B. ഇവിടെ A കഴിഞ്ഞ് B, ഇവിടെ B കഴിഞ്ഞ പിന്നെ ആര്? C. ഓക്കെ, ആ ഒരു ആൻറ്റി ക്ലോക്ക് വൈസുള്ള ലെവലിലേക്കാണ് എന്ത് ചെയ്യുന്നത്? പോകേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തത് 0 സീക്വൻസ് ആണ്. 0 സീക്വൻസ്. അപ്പം 0 സീക്വൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ സിസ്റ്റമാണ്? 0 സീക്വൻസ് ഈസ് ആൻ അൺബാലൻസ്ഡ് സിസ്റ്റം. ഓർത്ത് വയ്ക്കുക, 0 സീക്വൻസ് ആണ് അൺബാലൻസ് സിസ്റ്റമാണ്. അവിടുത്തെ മാഗ്നിറ്റ്യൂഡ്സ് എന്താണ്? ഈക്വൽ ആണ് കേട്ടോ. ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ്സ് ആണ്. അതുപോലെ തന്നെ 3 ഈക്വൽ ഫേസേഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ കോ ഫേസൽ എന്ന് പറയുന്നത്. ഓക്കെ, സെയിം ഫേസ് അല്ലെങ്കിൽ ഈക്വൽ ഫേസറുകളായതുകൊണ്ടാണ് ഇവിടെ പറയുന്നില്ലേ സെയിം ഫേസുകൾ. ഓക്കെ, സെയിം ഫേസുകൾ എന്നല്ല, സെയിം ഫേസേഴ്സ്. ഓക്കെ, സെയിം ഫേസേഴ്സ്. അതുകൊണ്ടാണ് നമ്മൾ 3 ഈക്വൽ ഫേസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ആ 3 ഈക്വൽ ഫേസറുകളുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 0 ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഈച്ച് അതർ. 0 ഫേസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം ഈച്ച് അതർ. ക്ലിയർ? അപ്പോൾ ജനറലി നമുക്ക് പറയാം, ഇതാണ് ഇപ്പോൾ 3 സീക്വൻസുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ VA0, ഇതാണ് നിങ്ങളുടെ VB0, ഇതാണ് നിങ്ങളുടെ VC0. ക്ലിയർ? അപ്പോൾ ഇതാണ് നമ്മുടെ 3 സീക്വൻസ് കമ്പോണൻറ്റുകൾ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റിലേഷൻ എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ 3 സീക്വൻസ് കമ്പോണൻറ്റുകൾ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനുള്ളത് നമ്മുടെ ഈ അൺസിമെട്രിക്കൽ ഫോൾട്ട് അനാലിസിസിൽ വരുന്നതാണ്. നമ്മൾ ഈ 3 സീക്വൻസിൻ്റെ റിലേഷൻ പഠിച്ചു. ഈ 3 സീക്വൻസിൻ്റെയും തിയറം ആക്ച്വലി എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മളിത് എന്തിനാണ് ആക്ച്വലി കണ്ടുപിടിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ 3 സീക്വൻസ് കമ്പോണൻറ്റുകളും ഒരു ലൈൻ വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു ലൈനിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. VA വിൽ ബി ഈക്വൽ ടു VA1 plus VA2 plus VA0. Then VB will be equal to VB1 plus VB2 plus VB0. Then VC will be equal to VC1 plus VC2 plus VC0. ക്ലിയർ? ഇതാണ് നിങ്ങളുടെ കൺക്ലൂഷൻ. ഓക്കെ, ഓരോ ലൈൻ വോൾട്ടേജുകളും ഈ 3 സീക്വൻസ് കമ്പോണൻറ്റുകളുടെയും സം ആയിരിക്കും. ഓക്കെ, ഇതിപ്പോൾ ഇനി RYB എന്നുള്ള ലെവലിൽ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ സപ്പോസ് ഇത് കറണ്ട് എടുക്കുകയാണെന്നായിരിക്കും. ഞാനിവിടെ ABC എന്നാണ് റെപ്രസെൻ്റ് ചെയ്തത്. എപ്പോഴും അങ്ങനെ റെപ്രസെൻറ്റേഷൻ വേണമെന്നൊന്നുമില്ല. RYB ആയാലും എടുക്കാം. അപ്പോൾ ഇത് RYB എന്നുള്ള ലെവലിൽ ഞാനിപ്പോൾ കറണ്ടിനെ എഴുതുവാണെങ്കിൽ ഇറ്റ് വിൽ ബി
IR will be equal to IR1 plus IR2 plus IR0. അതുപോലെ തന്നെ IY is equal to IY1 plus IY2 plus IY0. അതുപോലെ IRB is equal to IB1 plus IB2 plus IB0 എന്ന് പറയാം. അതായത് ഞാനിവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഈ RYBക്ക് പകരമാണ് ഞാൻ ഈ 3 ഫേസുകൾ ABC എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് മേജറായിട്ട് അറിയേണ്ടതായിട്ടുള്ളത് നമ്മളുടെ ഓപ്പറേറ്റർ എനെ കുറിച്ചാണ്. ഓക്കെ, ഓപ്പറേറ്റർ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഓപ്പറേറ്റർ എ എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനുകളെ റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് സഹായകരമായിട്ടുള്ളത് നമുക്ക് വോൾട്ടേജുകൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്നതാണ് നിങ്ങളുടെ ഓപ്പറേറ്റർ എ. ഓക്കെ, അപ്പോൾ ഈ ഓപ്പറേറ്റർ എന്റെ പ്രത്യേകത വെച്ചാൽ ഇറ്റ് റൊട്ടേറ്റ്സ് ബൈ 120 ഡിഗ്രി. ഓരോ ആൽഫയും എത്ര ഡിഗ്രി റൊട്ടേഷനാണ്? 120 ഡിഗ്രി. ബട്ട് വിത്തൗട്ട് ചേഞ്ചിങ് the magnitude of phasor. Without changing the magnitude of phasor upon which it rotates. Okay, upon which it rotates. Okay, magnitude ഇങ്ങനെ ചേഞ്ച് ആവില്ല, പക്ഷെ ഓരോന്നിൻ്റെ ആംഗിൾ അത്രയും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. 120 ഡിഗ്രി റൊട്ടേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, അപ്പോൾ ഈ 120 ഡിഗ്രി റൊട്ടേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞു എങ്ങനെയാണ് റൊട്ടേഷൻ കിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ ഈ ആക്ച്വലി വി ആർ മൾട്ടിപ്ലൈങ് ബൈ എ ടേം കോൾഡ് e⁻⁻θ. ഓക്കെ, അപ്പോൾ e⁻⁻θ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വാട്ട് യു വിൽ ബി ഗെറ്റിംഗ്? വി ആർ ഗെറ്റിംഗ് ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. ഓക്കെ, നമുക്കൊരു കോംപ്ലക്സ് നമ്പറിൽ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനാണ് എപ്പോഴും കിട്ടുക e⁻⁻θ കൊണ്ട് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അത് എപ്പോഴും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഫോർ ആൻ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓഫ് 120 ഡിഗ്രി, ഒരു 120 ഡിഗ്രിക്കാണ് നിങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? യു ജസ്റ്റ് മൾട്ടിപ്ലൈ ബൈ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായില്ല? അപ്പോൾ 120 ഡിഗ്രി റൊട്ടേഷൻ തരാവുന്ന ആളാണ് ആര്? ആൽഫ. ഈ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ 120 ഡിഗ്രി അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ റെപ്രസെൻറ്റ് ചെയ്യാനാണ് e⁻⁻θ. ഓക്കെ, അപ്പോൾ സപ്പോസ് ഇവിടെ 120 ഡിഗ്രി റെപ്രസെൻറ്റേഷനാണ് വേണ്ടത്. അതായത് ഇവിടെ തീറ്റ എത്രയായിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. അതായത് റെപ്രസെൻറ്റേഷൻ എങ്ങനെ വരിക? യു വിൽ ബി ഗെറ്റിംഗ് ആൽഫ ആസ് e⁻⁻120 ഡിഗ്രി. ക്ലിയർ? സാധാരണഗതിയിൽ ആൽഫ എന്ന് പറയുന്നത് എത്രയാണ്? e⁻⁻θ. ഒരു 120 ഡിഗ്രി റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും? e⁻⁻120 ഡിഗ്രി ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ആൽഫ സ്ക്വയർ എന്താ വരിക? ആൽഫ സ്ക്വയർ വിൽ ബി e⁻⁻240. ക്ലിയർ? e⁻⁻240 എന്നുള്ള ലെവലിൽ ആലോചിച്ച് വെക്കുക. മനസ്സിലായല്ലോ? ഇതാണ് ഇതിൻ്റെ ഈ ഓപ്പറേറ്ററിനെ കാണിച്ചത്. 120 ഡിഗ്രി റൊട്ടേഷൻ 120 റൊട്ടേഷൻ ആണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇത് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്കിങ്ങനെ e⁻⁻120 എന്നുള്ള ലെവലിൽ റൊട്ടേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി ജനറലി നമ്മളൊരു പോളാർ ഫോം ഇവിടെ വേണ്ട പോളാർ ഫോമിൽ ഈ റെക്ടാങ്കുലർ ഫോമിലേക്ക് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സപ്പോസ് ഞാനൊരു ഓപ്പറേറ്റർ നമ്മുടെ ഈ ആൽഫ ഇൻറ്റു ഐ എന്ന് പറയുകയാണ്. ഐ എന്ന് പറഞ്ഞാൽ ഒരു ജനറൽ ആയിട്ടുള്ളൊരു നമ്മളൊരു വെക്ടർ എടുക്കുവാണ്. ഓക്കെ, ഒരു വെക്ടർ ഐ ടേക്ക് അവിടെ എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവില്ല. കൺസിഡർ എ വെക്ടർ ഐ. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറണ്ട് ആണെങ്കിൽ കറണ്ട് നിങ്ങൾ എടുത്തോ കേട്ടോ. കറണ്ട് ഒരു ഐ എന്നുള്ളൊരു വെക്ടർ എടുക്കുന്നു. ഇറ്റ് റൊട്ടേറ്റ്സ് ബൈ ആൻ ഓപ്പറേറ്റർ ആൽഫ. ഒരു ആൽഫ കൊണ്ട് നമ്മൾ ആ ഐനെ റൊട്ടേറ്റ് ചെയ്യുന്നു. അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്ര ഡിഗ്രി ആയിരിക്കും? 120 ഡിഗ്രി ആയിരിക്കും. ഏത് ഡയറക്ഷനിലായിരിക്കും? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇതിന് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ അതിനെ ജനറൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഞാനിവിടെ ഒരു വെക്ടർ എടുക്കുന്നു. ഇവിടെ OA എന്ന് പറയുന്ന വെക്ടറിനെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, OA. ഓക്കെ, ഇപ്പോൾ ഈ OA
നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ഇത് ഏത് വെക്ടറാണ്? ഇത് നമ്മുടെ ഐ വെക്ടറാണ് അല്ലേ, സാധാരണ ഐ വെക്ടർ. ഇതിനെ 120 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഇവിടെ പുതിയൊരു പൊസിഷൻ അസ്യൂം ചെയ്യും ബി. ഇത് എത്രയുടെ റൊട്ടേഷനാണ്? 120 ഡിഗ്രി റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ ഐ ഉള്ള സാധനം ആൽഫ ഐ ആകുമ്പോഴാണ് എത്ര ഡിഗ്രി വരുന്നത്? ഇതിപ്പം 0-ത്തിലാണ് നിൽക്കുന്നത്, ഇത് 120 ഡിഗ്രി നിൽക്കുമ്പോഴാണ് ആൽഫ ഐ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയായിരിക്കും? ഇറ്റ് വിൽ ബി ആൽഫ ഐ, ശരിയല്ലേ? ഈ ആൽഫ ഐന് ഒരു റൊട്ടേഷൻ കൂടി നടത്തുക. അപ്പോൾ ഒരു ആൽഫയും കൂടി റൊട്ടേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയാണ്? 240 ഡിഗ്രി. അപ്പോൾ ഇതിനെ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വെക്ടർ കിട്ടും, അതാണ് സി വെക്ടർ. അതാണ് നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ റൊട്ടേറ്റ് ചെയ്തു എഗെയിൻ 120 ഡിഗ്രി, ശരിയല്ലേ? ഇത് ഓട്ടോമാറ്റിക്കലി ഇത് എത്ര ഡിഗ്രി തന്നെ ആവും? ഇതും 120 ഡിഗ്രി തന്നെ ആവും. കാരണം ഇതാണ് ആൽഫ സ്ക്വയറിന്. പിന്നെ തിരിച്ച് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം? ആൽഫ ക്യൂബ് ഇൻറ്റു ഐയിലേക്ക് പോകണം. അത് എത്ര ഡിഗ്രിയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ ആൽഫ ക്യൂബിൻ്റെ വാല്യൂ എത്രയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടും, നിങ്ങൾക്ക് അത് കാണിച്ചു തരാം എത്ര വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ജനറലി ഓപ്പറേറ്റർ എ. ഓക്കെ, അപ്പോൾ ആദ്യം ഐ ആയിരുന്നു, പിന്നെ ആൽഫ ഐ ആയി, പിന്നെ ആൽഫ സ്ക്വയർ ആയി, പിന്നെ തിരിച്ച് ആദ്യം ബാക്ക് ടു ഒറിജിനൽ പൊസിഷനിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ജനറലി പറയുവാണെങ്കിൽ നിങ്ങളുടെ ആൽഫ ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? എത്ര ഡിഗ്രി റൊട്ടേഷനാണ്? 120 ഡിഗ്രി റൊട്ടേഷൻ അല്ലേ? അപ്പോൾ ഐ ആംഗിൾ 120 എന്ന് നമുക്ക് എഴുതാം, ശരിയല്ലേ? ഇനി ഇങ്ങനെ നിങ്ങളൊരു സാധനം എ ആംഗിൾ തീറ്റ എന്നുള്ള ലെവലിൽ എഴുതുവാണെങ്കിൽ ഇതിനെ വിളിക്കുന്ന പേരാണ് പോളാർ ഫോം. ഓക്കെ, ഇതിനെ നിങ്ങൾ റെക്ടാങ്കുലർ ഫോമിലേക്ക് എങ്ങനെ മാറ്റും? യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് എ കോസ് തീറ്റ പ്ലസ് ഐ എ സൈൻ തീറ്റ. ക്ലിയർ? ഐയോ ജെയോ എന്തുവാണ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഐന്നോ അല്ല ജെ എ സൈൻ തീറ്റ എന്ന് എടുക്കാം. അപ്പോൾ അതുപോലെ ഇത് റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വരും? ഐ ഇൻറ്റു കോസ് 120 പ്ലസ് ജെ സൈൻ 120, കോസ് 120 പ്ലസ് ജെ സൈൻ 120. അതായത് യു വിൽ ബി ഗെറ്റിംഗ് ഐ ഇൻറ്റു കോസ് 120 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കുക -0.5 ആയിരിക്കും, പ്ലസ് ജെ സൈൻ 120 എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി 0.866. So you will be getting operator alpha value -0.5 പ്ലസ് ജെ 0.866. ഈ വാല്യൂ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കുക. ഇറ്റ് ഈസ് -0.5 പ്ലസ് ജെ 0.866 ഇൻ ദ റെക്ടാങ്കുലർ ഫോം. ഓക്കെ, ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ ആൽഫ സ്ക്വയർ ഐ ആണ് കാണുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എന്ത് വരും? എത്ര ഡിഗ്രി റൊട്ടേഷനാണ്? 240 ഡിഗ്രി റൊട്ടേഷനാണ് അല്ലേ? അപ്പോൾ എന്ത് വരും? ഐ ഇൻറ്റു കോസ് 240 പ്ലസ് ജെ സൈൻ 240. ക്ലിയർ? സോ ഇറ്റ് വിൽ ബി ഐ ഇൻറ്റു -0.5 മൈനസ് ജെ 0.866. സോ ഉത്തരം വിൽ ബി ഐയും കട്ടായപ്പോൾ ആൽഫ സ്ക്വയർ വിൽ ബി -0.5 മൈനസ് ജെ 0.866. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആൽഫയുടെയും ആൽഫ സ്ക്വയറിൻ്റെയും വാല്യൂ കിട്ടി. ഈ ആൽഫ സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഈ ഐ ആംഗിൾ 240 നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആംഗിൾ -120 എന്ന് എഴുതാലോ, അതായാലും കുഴപ്പം വരുന്നില്ലല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നിങ്ങൾ എ ക്യൂബ് ഐ എടുക്കാമെന്ന് വിചാരിക്കും. എ ക്യൂബ് ഐ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഐ ആംഗിൾ 360 ഡിഗ്രിയാണ്, ശരിയല്ലേ? അതായത് ഐ ഇൻറ്റു കോസ് 360 പ്ലസ് ജെ സൈൻ 360. സോ ഇറ്റ് വിൽ ബി ഈക്വൽ ടു, നിങ്ങൾ ചെയ്താൽ യു വിൽ ബി ഗെറ്റിംഗ് ഐ, അതായത് എ ക്യൂബ് ഐ ഈക്വൽ ടു ഐ. അതായത് എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ആൻസർ കിട്ടുന്നത്? 1 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 വാല്യൂകൾ ഇവിടെ എഴുതാം. ആൽഫ എന്ന് പറയുന്നത് -0.5 പ്ലസ് ജെ 0.866. ആൽഫ സ്ക്വയർ എന്ന് പറയുന്നത് -0.5 മൈനസ് ജെ 0.866. അതുപോലെ ആൽഫ ക്യൂബ് എന്ന് പറയുന്നത് എത്രയാണ്? 1. വളരെ ഇമ്പോർട്ടൻ്റ് റിലേഷനാണിത്. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ആവശ്യം വരും. ഓക്കെ, ഇതിൻ്റെ അകത്ത് നിന്ന് 2-3 റിലേഷൻ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം. ഒന്നാമത്തെ റിലേഷനാണ് ആൽഫ ക്യൂബ് ഈക്വൽ ടു ഐ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കാം. അതുപോലെ നിങ്ങൾ 1 പ്ലസ് ആൽഫ സ്ക്വയർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ആൽഫ പ്ലസ് ആൽഫ സ്ക്വയർ 1 പ്ലസ് ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ജെൻ്റെ ടേംസ് കട്ടാവും. -0.5 എന്ന് പറഞ്ഞാൽ -1 പ്ലസ് 1. ഉത്തരം വിൽ ബി 0. ഇത് ചോദിക്കാറുണ്ട്. 1 പ്ലസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 0, ആൽഫ ക്യൂബ് ഈക്വൽ ടു 1. ആൽഫയുടെ വാല്യൂ ആൽഫ സ്ക്വയറിൻ്റെ വാല്യൂ ഒക്കെ സ്ഥിരമായി ചോദിക്കാറുണ്ട്. സിമിലർലി
നിങ്ങൾ ആൽഫ മൈനസ് ആൽഫ സ്ക്വയർ ചെയ്യാമെന്ന് വിചാരിക്കും. ആൽഫ മൈനസ് ആൽഫ സ്ക്വയർ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ആൻസർ ആസ് J1.732. അതായത് ആൻസർ വിൽ ബി ആൽഫ മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു 1.732. ഇറ്റ് വിൽ ബി √3. സോ ആൽഫ മൈനസ് ആൽഫ സ്ക്വയർ ഈക്വൽ ടു √3 എന്നുള്ള ലെവലിലുള്ള കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. മനസ്സിലായില്ലേ? ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് റിലേഷൻസ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും അപ്ലിക്കബിൾ ആയിട്ടുള്ള ആൽഫയുടെ പ്രോപ്പർട്ടികളും കാര്യങ്ങളും ആണ്. ക്ലിയർ? ഓക്കെ. അപ്പം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ വോൾട്ടേജസിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ റിലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പം ഓരോ ടേമും നമ്മളത് കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള ഈ ആൽഫ ഓപ്പറേറ്ററുകളെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ സിമെട്രിക്കൽ കമ്പോണൻറ്റുകൾ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ സിമെട്രിക്കൽ കമ്പോണൻറ്റുകൾ നമ്മൾ മറ്റുള്ള ഫേസ് കറണ്ടുകളോ അല്ലെങ്കിൽ ഫേസ് വോൾട്ടേജുകളോ ആയിട്ട് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഓരോ സീക്വൻസുകളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ അത് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ പവറും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ. അത് എന്തായാലും നമുക്ക് ഈ ക്ലാസ്സിൽ നമുക്ക് ചെയ്യുന്നില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നിങ്ങൾ ജനറലി ബേസിക്സ് ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. ഇനി ആ സിമെട്രിക്കൽ കമ്പോണൻസിൻ്റെ കാൽക്കുലേഷനും മറ്റുള്ള കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണാം. അതാവും കുറച്ചും കൂടി ബെറ്റർ ആവും. ഓക്കെ. സോ നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത വീഡിയോയിൽ അതുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ ഡൺ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.